തിരുവനന്തപുരം വെമ്പായത്തെ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് തകർന്നു വീണ് 5 പേർക്ക് പരിക്ക്. പാർക്കിലെ ജെയിൻ വീൽ പെട്ടെന്ന് പൊട്ടി താഴേക്ക് പതിച്ചതാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരിൽ 2 പേർ കുട്ടികളാണ്. 26 പേർ ജെയിന്റ് വീലിൽ ഉണ്ടായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ 5 പേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പരിക്കേറ്റവരുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ. ഉയർന്നു പൊങ്ങിയ സമയത്ത് വെൽഡിംഗ് പൊട്ടിയതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് നിഗമനം. സ്കൂൾ വേനൽ അവധിക്കാലം അവസാനിക്കാനിരിക്കെയാണ് കുട്ടികളുമായി കുടുംബാംഗങ്ങൾ ഇത്തരത്തിലുള്ള ഉല്ലാസത്തിനായി അമിതമായും വരുന്നത്. ഇതുപോലെ പല സംഭവങ്ങളും പലയിടത്തു നിന്നും വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള റൈഡുകൾ നടത്തുമ്പോൾ വേണ്ടപ്പെട്ടവർ അതിനുവേണ്ട സുരക്ഷാ നടപടികൾ സ്വീകരിക്കാതെയും ആവശ്യമായ ശ്രദ്ധ നൽകാത്തതുമാണ് അപകടത്തിന് കാരണമായതെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. മാത്രമല്ല, കുറച്ചുനാൾ മുൻപാണ് വിനോദയാത്രാ സംഘമായ 10 വയസ്സുകാരൻ അമ്യൂസ്മെന്റ് പാർക്കിൽ മരിച്ചത്. വിതുര തേവിയോട് മാതളം നെൽസ ഹൌസിൽ നബീഷിന്റെയും ധന്യയുടെയും മകൻ അകുൽ ശിവയാണ് മരിച്ചത്. ഭക്ഷണം ശ്വാസകോശത്തിൽ കുടുങ്ങിയെന്നും ഭക്ഷണം കഴിച്ചയുടനെ പാർക്കിലെ കുളത്തിൽ ചാടിയതിനാൽ ഛർദിയും ദേഹാസ്വാസ്ഥ്യവും ഉണ്ടായതാണ് മരണകാരണമെന്നും പറയപ്പെടുന്നു. ബന്ധുവായ 11 പേർക്കൊപ്പമാണ് കുട്ടി എത്തിയത്. ഉച്ചയ്ക്ക് എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനിരുന്ന കുട്ടി മറ്റുള്ളവർ ഭക്ഷണം കഴിച്ച് പൂർത്തിയാക്കുന്നതിനിടെ പൂളിലേക്ക് ചാടി. ഇതോടെ ഛർദിയും ദേഹാസ്വാസ്ഥ്യവും ഉണ്ടാവുകയും പാർക്കിലെ ജീവനക്കാർ കുട്ടിയെ പുറത്തെടുത്ത് പ്രഥമ ശുശ്രൂഷകൾ നൽകിയ ശേഷം സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകവേ വഴിമധ്യേ മരിച്ചു. അതേസമയം പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാറിന് സമീപം ജെയിന്റ് വീലിൽ തന്റെ മൂത്ത സഹോദരിയോടൊപ്പം ആനന്ദയാത്ര നടത്തുന്നതിനിടെ 5 വയസ്സുള്ള ആൺകുട്ടിയുടെ മരണം നമ്മുടെ സമൂഹത്തിൽ മനുഷ്യജീവനുള്ള അവഗണനയുടെ മറ്റൊരു ഉദാഹരണമാണെന്നാണ് വ്യക്തമാകുന്നത്. നമ്മുടെ പൊതുഭരണ സംവിധാനത്തിൽ ഇത്രയും മോശം അവസ്ഥ നിലനിൽക്കുന്നതിന്റെ ഉദാഹരണമാണ് ഈ ദുരന്തം. ഇത്തരമൊരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്ന വിവിധ സംസ്ഥാന ഏജൻസികളുടെ ഉത്തരവാദിത്തമില്ലായ്മയാണ് ഇതിന് ഉദാഹരണമെന്നാണ് പലരും വ്യക്തമാക്കുന്നത്. ഇത്തരം സംഭവങ്ങളുടെ മേൽനോട്ടം തങ്ങളുടെ അധികാര പരിധിയിൽ വരില്ല എന്ന അസുഖകരമായ പ്രസ്താവനയോടെ ജില്ലാ ഭരണകൂടം, തദ്ദേശ പോലീസും പൗരസമിതിയും സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വിസമ്മതിക്കുകയും ചെയ്തിരുന്നു. അപകടവുമായി ബന്ധപ്പെട്ട് വിവിധ സർക്കാർ ഏജൻസികളിൽ നിന്നും ശേഖരിച്ച ഔദ്യോഗിക പ്രതികരണങ്ങൾ വെളിപ്പെടുത്തുന്നത് അത്തരം പരിപാടികൾ നിരീക്ഷിക്കുന്നതിന് സംസ്ഥാനത്ത് ഒരു പ്രത്യേക നിയന്ത്രണ സംവിധാനം ഇല്ല എന്നാണ്. ഏതെങ്കിലും അപകടമുണ്ടായാൽ പരിശോധിക്കാൻ കഴിയുന്ന സുതാര്യമായ ഒരു നിരീക്ഷണ സംവിധാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല അനുമതി നൽകുന്ന നിലവിലെ സംവിധാനം. സംസ്ഥാനത്തുടനീളമുള്ള ഫെസ്റ്റിവൽ ക്യാമ്പ് ഗ്രൗണ്ടുകളിൽ ജെയിൻ വീലുകൾ, ഫ്രീ ഫാളുകൾ, കറൗസലുകൾ തുടങ്ങിയ അമ്യൂസ്മെന്റ് റൈഡുകൾ സ്ഥാപിക്കുന്നതിന് മുൻപ് കാർണിവൽ സംഘാടകർ ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് നിയമം അനുശാസിക്കുന്നില്ലെന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ ജനറൽ എ ഹേമചന്ദ്രൻ പറഞ്ഞിരുന്നു. കൂടാതെ വണ്ടർല, ഹാപ്പി ലാൻഡ് പോലുള്ള അമ്യൂസ്മെന്റ് പാർക്കുകളിൽ വകുപ്പ് ഇടയ്ക്കിടെ പരിശോധനകൾ നടത്തുന്നില്ല. അത് ഞങ്ങളുടെ മാൻഡേറ്ററിന്റെ ഭാഗമല്ല എന്ന് ശ്രീ ഹേമചന്ദ്രൻ പറഞ്ഞു. തലകറക്കമുണ്ടാക്കുന്ന ഇത്തരം റൈഡുകളുടെ പ്രവർത്തനം കൈകാര്യം ചെയ്യുന്നതിന് ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർക്ക് പൊതുവായ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ കഴിയുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിവുകൾ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. സാഹസിക റൈഡുകളുടെ കാര്യത്തിൽ വലിയ അപകട സാധ്യതകൾ ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ മുൻകരുതലുകൾ കാഠിന്യം സാധാരണയായി റൈഡ് സംഘാടകർ തന്നെ പ്രകടിപ്പിക്കുന്നു. റൈഡുകൾ അപകടമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള ഭരണ മേൽനോട്ടത്തേക്കാൾ റൈഡ് സംഘാടകർ കാണിക്കുന്ന തീവ്രമായ സ്വയം അച്ചടക്കത്തിന്റെ ഫലമാണ്. ചിറ്റാറിലുണ്ടായതുപോലെ ഇത്തരം സംഭവങ്ങൾ വലിയ ഞെട്ടലുണ്ടാക്കുന്നതും അതുകൊണ്ടാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരം പരിപാടികളുടെ നിയന്ത്രണത്തിൽ ഏജൻസി വഹിക്കുന്ന പരിമിതമായ പങ്ക് അദ്ദേഹം വിശദീകരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഉദ്യോഗസ്ഥരുടെ പ്രതികരണം കൂടുതൽ അമ്പരപ്പിക്കുന്നതാണ്. കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറി ശ്രീ ടി.പി. സതീശന്റെ അഭിപ്രായത്തിൽ ജെയിൻ വീൽ പോലുള്ള സന്തോഷ സവാരികളുള്ള താൽക്കാലിക അമ്യൂസ്മെന്റ് പാർക്കുകൾ കരാർ അടിസ്ഥാനത്തിലാണ് അനുമതി നൽകുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയോ കമ്പനിയോ ഒരു സുരക്ഷാ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട്. ഇത് കൂടാതെ അത്തരം വിനോദ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാൻ അവരെ അനുവദിക്കില്ല. ബീച്ച് ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഉത്സവത്തിലെ ഉപകരണങ്ങളുടെ സുരക്ഷാ അനുമതി നൽകുന്നതിന് മുൻപ് പരിശോധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. പത്തനംതിട്ടയിൽ നടന്ന ദൗർഭാഗ്യകരമായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കുമെന്നും അന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിലെവിടെയാണ് ജാഗ്രത പാലിച്ചതെന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള റൈഡുകളിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ഇത് നടത്തുന്ന മാനേജ്മെന്റുകൾ കൃത്യമായിട്ടും അതിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.